SCS സജീർ ഈസി സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഇപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. വീഡിയോ കാണുന്നവരൊക്കെ മുഴുവനായി കാണുക, കണ്ടിന്യൂസ് ആയിട്ട് കാണുക. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ഉപകാരമുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഒരു വ്യൂവേഴ്സ് ആവശ്യപ്പെട്ട പ്രകാരം 38 ഇഞ്ചിൽ ചെയ്യണ ഒരു ബ്ലൗസാണ്. അപ്പോൾ അവർ തന്ന അളവാണ്. നമുക്കതിന് വേണ്ടത് ചെസ്റ്റ് 38, അതിൻ്റെ 4/1 4 ഡിവൈഡ് ചെയ്ത് 9.5. ഇത് ജസ്റ്റ് കണക്കൂട്ടി വെച്ചിരിക്കണമെന്നുള്ളൂ. ഹിബ് 32, ലെങ്ത്ത് 14.5. പിന്നെ വേണ്ടത് സ്ലീവാണ്. സ്ലീവിൻ്റെ ലെങ്ത്ത് 15, സ്ലീവ് ഓപ്പണിങ് ചുറ്റളവ് 10 മുകൾ ഭാഗം 13. ഇത്ര അളവുകൾ മതി. ആവശ്യമാണ്, നമ്മൾ ഇത്ര അളവ് എടുക്കാറുള്ളൂ. വേറെ അളവുകളൊന്നും തന്നെ നമുക്ക് ആവശ്യമില്ലാത്തതാണ്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾ ഷോൾഡർ കൂടെ ഒന്ന് അളന്ന് നോക്കിക്കോളുക. ഷോൾഡർ നമുക്ക് ഇതിന് എത്ര വരുമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് അതിൻ്റെ അളവ് ഞാനിവിടെ എടുത്തിട്ടില്ല. അപ്പോൾ ഇത്ര അളവുകൾ വെച്ച് നമ്മൾ 38 ഇഞ്ചിൻ്റെ ബ്ലൗസ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ച് നോക്കുക. നമ്മളെപ്പോഴും ഒരു കട്ടിങ് തുടങ്ങാൻ പോകുന്നതിന് മുന്നേ ഇതുപോലെ എൽ ആംഗിൾ വെച്ചിട്ട് കറക്റ്റ് 90 ഡിഗ്രിയിൽ ഇവിടെ ഒരു അളവെടുക്കണം. പിന്നെ ഇതിൽ പ്രത്യേകം പറയാനുള്ളത്, ഇത് 1.35 ഉണ്ട്. ഒരു ഷോർട്ട് സ്ലീവൊക്കെ ആണെങ്കിൽ 1 മീറ്റർ മതിയാവും. പക്ഷേ ഇത് 15 ഇഞ്ച് ലെങ്ത്ത് ഉള്ളതുകൊണ്ട് നമ്മൾ 1.35 എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 110 രൂപ കണ്ടാണ് വില. അപ്പോൾ ഇവിടെ നിന്ന് 1 ഇഞ്ച് മതി. 1.5 ഇഞ്ച് വെച്ചോളൂ. 1.5 ഇഞ്ച് മടക്കാനായിട്ട് താഴെ 1.5 ഇഞ്ച് മടക്കാനായിട്ട്. ഒന്നര ഇഞ്ച് മടക്കാനായിട്ടൊരു ലൈൻ അടിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ട ലെങ്ത്ത് 14.5 അപ്പോൾ 14.5 കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്യുക. ഒരു 7.5, 14 ഷോൾഡർ പറഞ്ഞ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. 7.5. അപ്പോൾ ഈ 14.5 ലെങ്ത്ത്, നമ്മുടെ 14.5 ലെങ്ത്ത് ഇതുപോലെ മാർക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളിത് ചെയ്യണം. ചെയ്തിട്ടൊരു ഫോട്ടോ എടുത്തിട്ട് തരണം ഫേസ്ബുക്കിൽ. 14.5 ലെങ്ത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു 1/4 ഇഞ്ചോ ഒരു 1/2 ഇഞ്ചോ തയ്യൽ തുമ്പ് മേളിൽ വിടുക. അപ്പോൾ നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യാൻ പോവാണ്. ചെസ്റ്റിൻ്റെ 4/1 9.5, 38 നമ്മളെ ചെസ്റ്റ്. 38 4 ഡിവൈഡ് 9.5 പ്ലസ് 1 ഇഞ്ച്. നമ്മളെപ്പോഴും ഫ്രണ്ട് സൈഡിലേക്ക് 1 ഇഞ്ച് കൂടുതൽ വെക്കണം. അപ്പോൾ നമുക്ക് 10.5 വരും. ഈ 10.5 എന്നൊരു ഇത് ഫുൾ ബോയിലായതുകൊണ്ട് ഒരു 1/4 ഇഞ്ച് നമ്മൾ കുറച്ച് വെക്കണം. 1 ഇഞ്ച് മൊത്തത്തിൽ കുറയ്ക്കുന്നതാണ്. അപ്പം 1/4 ഇഞ്ച് കുറച്ച് 10.25 മാർക്ക് ചെയ്യണം. 10.25 താഴെ മാർക്ക് ചെയ്യാം. ഓരോ ഇഞ്ച് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. നിങ്ങൾക്ക് 2 ഇഞ്ച് വേണമെങ്കിൽ 2 ഇഞ്ച് വെക്കാം. 2 ഇഞ്ച് കൂടുതൽ വെക്കരുത്. പിന്നെ ഇടത് ഇടുമ്പോഴത്തേക്ക് മടങ്ങി പിടിച്ചിട്ട് നിങ്ങൾക്കത് ഇറിറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ 10.25 നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. 9.5 നമ്മുടെ 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ഇഞ്ച് നമ്മൾ ഫ്രണ്ടിനേക്കാളും ബാക്കിൽ കൂടുതൽ എപ്പോഴും വെക്കാറുണ്ട്, നിങ്ങൾക്കറിയാം. അതിന്ന് 1/4 ഇഞ്ച് കുറച്ച് വയ്ക്കുക. അതായത് മൊത്തം ചുറ്റളവിൽ നമ്മൾ 1 ഇഞ്ച് കുറച്ച് കൊടുക്കണം. അപ്പോൾ 38 ആണെങ്കിൽ 37 കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ 1 ഇഞ്ച് എന്തായാലും വലിയും. ഇത് 2/2 ആയതുകൊണ്ട് വലിയും. ഇനി നമ്മൾ എപ്പോഴും ചെയ്യണം 13.5 പോയിന്റ് എടുക്കണം. 13.5 പോയിന്റ് എടുക്കണം. അതായത് ഈ 14 1 ഇഞ്ച് കുറച്ച് വെച്ചാൽ
1 ഇഞ്ച് കുറച്ചുകൂടെ മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് 13.5 പോയിന്റ് കിട്ടി. ഈ പോയിന്റ് മസ്റ്റാണ്. ഇത് ഞാനത് മസ്റ്റ് ആയതുകൊണ്ടാണ് ഇത് ഞാൻ വരച്ച് തന്നെ കാണിക്കുന്നത്. ഇത് എല്ലാ ബ്ലൗസിനും ഇങ്ങനെ വരുള്ളൂ. ഇത് മസ്റ്റാണ്. ഇവിടെ നിന്ന് 8 ഇഞ്ച് വെക്കണം. നമ്മുടെ ആം ഹോൾ എടുക്കുക. 8 ഇഞ്ച് ഇവിടെ നിന്ന് 8 ഇഞ്ച്. ഇതാണ് നമ്മുടെ ആം ഹോൾ പോയിന്റ്. ഇനി നെക്ക് മാർക്ക് ചെയ്യാം. നെക്ക് നമുക്കിവിടെ വെക്കുന്നത് 6 ഇഞ്ചാണ്. 6 ഇഞ്ച് എന്ന് പറയുമ്പം 3 ഇഞ്ച്. ഷോൾഡർ 4 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. ഏഴേകാല് തയ്യൽ തുമ്പൊക്കെ പോയിട്ട് കറക്റ്റായിരിക്കുന്നു. ജസ്റ്റ് ഒരു വര വരയ്ക്കുക. വരച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആം ഹോൾ പോയിന്റ് എടുത്തു കഴിഞ്ഞു. ഈ 13.5 മാർക്ക് ചെയ്തിട്ട് 8 ഇഞ്ചാണ് വെക്കേണ്ടത്. 8 ഇഞ്ച് സ്കെയിൽ വെച്ച് ഈ വരയെന്ന് ഒരനക്കം ഉള്ളിലേക്ക്, അതായത് ഒരല്പം വൈഡായിട്ട് കിട്ടാനായിട്ട് എപ്പോഴും വൈഡായിട്ട് എടുക്കുക. നിങ്ങൾക്ക് കൈ കൊണ്ട് എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കൈ കൊണ്ട് ഒന്ന് വൈഡായിട്ട് ഇതുപോലെ വൈഡായിട്ടൊന്ന് എടുത്തേക്കാം. കുറച്ചുപോലെ വൈഡായിട്ട് എടുത്താൽ മാത്രമേ സെറ്റായി കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ പണി കഴിഞ്ഞു. ഇനി നെക്കിൻ്റെ ഇറക്കം. നെക്കിൻ്റെ ഇറക്കം നമ്മൾ 4.5 പറഞ്ഞത്. അപ്പോൾ 4.5 മാർക്ക് ചെയ്യാം. 4.5 മാർക്ക് ചെയ്യാം. ഇത് തന്നെ സ്കെയിൽ ഉണ്ടെങ്കിൽ സ്കെയിൽ വെച്ചിട്ട് വയ്ക്കുക, അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒരു ഷേപ്പ് എടുത്ത് കൊടുക്കുക. ഇത്ര മതിയാവും. 2 ഇഞ്ച്. ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം. ഇതുപോലെ. അപ്പോൾ ഇത് നമ്മൾ വെട്ടിയെടുക്കാണ്. ഈ പീസാണ് നമ്മുടെ ബെൽറ്റ് പീസിന് നമ്മൾ എടുക്കുക. ഈ പീസ് നമ്മുടെ ചോക്കിൻ്റെ വെളിയിൽ കൂടി തന്നെ വെട്ടിയെടുക്കുക. ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ വെട്ടുമ്പോൾ ശ്രദ്ധിക്കണം. നെക്ക് വെട്ടുമ്പോൾ എപ്പോഴും ഒരു 4 ഇഞ്ച് ഉള്ളിലേക്ക് വലിച്ച് കട്ട് ചെയ്യണം. 4 ഇഞ്ച് ഉള്ളിലേക്ക് മാറ്റി കട്ട് ചെയ്യണം. എന്തെന്ന് വെച്ചാൽ നമുക്കിത് ഹെം ചെയ്യാനുള്ളതാണ്. അപ്പോൾ കറക്റ്റ് നമ്മൾ വെച്ച 6 ഇഞ്ച് കിട്ടും. അപ്പോൾ ഇതുപോലെ 4 ഇഞ്ച് മാറ്റി കട്ട് ചെയ്തെടുക്കുക. കഴിഞ്ഞു പരിപാടി കഴിഞ്ഞപ്പോൾ ഫ്രണ്ട് കട്ടിങ് അല്ല ബാക്ക് കട്ടിങ് ഇത്രയാണുള്ളത്. കഴിഞ്ഞു. ഇനി അടുത്ത ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്യാൻ പോണത്. ഫ്രണ്ട് കട്ട് ചെയ്യുന്നതിന് മുമ്പേ ഈ അറ്റത്തുനിന്ന് സ്ലീവ് കട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഈ മടക്കി വെച്ചേക്കണ ഇങ്ങനെ 4ആയിട്ട് മടക്കുക. മടക്കിയിട്ട് നമ്മുടെ സ്ലീവ് ലെങ്ത്ത് 15 വേണ്ടത്. അപ്പോൾ 17 മാർക്ക് ചെയ്യുക. അതായത് 2 ഇഞ്ച് നമുക്ക് സ്ലീവ് ഓപ്പണിങ് മടക്കി അടിക്കാനും ബാക്കി 15 ഇഞ്ച് നമുക്ക് ലെങ്ത് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ വയ്ക്കുക. ഇതൊന്ന് മാർക്ക് ചെയ്യുക, കട്ട് ചെയ്യുക.
അപ്പോൾ ഇതിങ്ങനെ റഫായിട്ട് തന്നെ വെട്ടി അങ്ങോട്ട് മാറ്റുക. നമ്മളെപ്പോഴും ഇങ്ങനെ ചെയ്യാറുള്ളത് നിങ്ങൾക്കറിയാം, നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഇതിനിപ്പോൾ മാർക്ക് ചെയ്ത് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ സ്ലീവ് പരിപാടി കഴിഞ്ഞു, മാറ്റി വെക്കുക. ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാൻ പോവാണ്. അതിന് ചെയ്യേണ്ടത് അതായത് ഈ ഓപ്പണിംഗ് വരുന്ന ഭാഗത്ത് ഇതുപോലെ വെക്കുക. ഇവിടെ കുറച്ച് ഈ മറ്റേ ഇതുള്ളതുകൊണ്ട് അത് വിട്ട് വെക്കുക. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തെടുക്കുക. ഈ പോയിന്റും നോട്ട് ചെയ്യുക. ഇതൊക്കെ ഇങ്ങനെ തന്നെ വരച്ചെടുക്കുക. ആംഹോളൊക്കെ കറക്റ്റായിട്ട് ഇതുപോലെ വരച്ചെടുക്കുക. ഈ ഭാഗത്ത് 1/2 ഇഞ്ച് കൂട്ടുക. അതായത് ആംഹോളിൻ്റെ സൈഡിൽ ഒരു 1/2 ഇഞ്ച് കൂട്ടുക. ഇതുപോലെ 1/2 ഇഞ്ച് കൂട്ടുക. ഈ 1/2 ഇഞ്ച് ഇവിടെ കുറച്ച് കൊടുക്കുക. ഇവിടെ അതായത് ഹൂക്ക് വരുന്ന ഭാഗത്ത് നിങ്ങൾ കുറച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇതെടുത്ത് മാറ്റാം. ഇനി ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം. ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം നമ്മളൊരു 6 ഇഞ്ച് വെക്കുക. 6 ഇഞ്ച് 38 ഇഞ്ച് സൈസ് പറഞ്ഞവർക്ക് 6 ഇഞ്ച് കറക്റ്റായിരിക്കും. 6 ഇഞ്ച് വെക്കുക. ഇഞ്ചിന്ന് നിങ്ങളൊരു 4 ഇഞ്ച് സ്ട്രൈറ്റ് തന്നെ കൊണ്ടുവന്നിട്ട് ഈ 4 ഇഞ്ചിന്ന് മാത്രം റൗണ്ട് എടുത്ത് കൊടുക്കുക. 4 ഇഞ്ചിന്ന് റൗണ്ട് ഇതുപോലെ എടുത്തു കൊടുക്കുക. അപ്പോൾ അവിടുത്തെ ഭാഗം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പരിപാടി. കറക്റ്റായിരിക്കും അത്. ഇനി ശ്രദ്ധിച്ച് ചെയ്യണം. ഇവിടെ നിന്ന് 14, അതായത് താഴെ തയ്യൽ തുമ്പുണ്ട്, അതും കൂടെ ചേർത്ത് 13.5 നമ്മുടെ പോയിന്റ്. അപ്പോൾ നമ്മൾ 14 ഒരു മാർക്ക് ചെയ്യണം. ഇതിൻ്റെ സെൻറ്റർ എടുക്കണം. ഇത് 4 ഉണ്ട്, അപ്പോൾ 2-ൽ 2 ആണ് ഇതിൻ്റെ സെൻറ്റർ. 4 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു 3.5 ഉണ്ടാവുള്ളൂ ഷോൾഡർ. ബാക്കി അപ്പുറത്തപ്പുറത്തൊക്കെ കടിച്ചു പോകും. ഇതൊന്ന് കറക്റ്റ് ലെവൽ കിട്ടാനായിട്ട് നോക്കുക എത്ര ഉണ്ടെന്ന്. 5.5 ഈ മാർക്ക് എടുക്കുക. നിങ്ങൾക്ക് ഈ ലൈൻ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ലൈനൊന്ന് നിങ്ങൾ സ്ട്രൈറ്റ് വരയ്ക്കുക. സ്ട്രൈറ്റ് വരച്ച് കഴിഞ്ഞാൽ ഈ 13.5 സ്ട്രൈറ്റ് ആക്കണം. അതിന് നമ്മുടെ എല്ലാ ആംഗിൾ വെച്ച് സ്ട്രൈറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാ ആംഗിൾ വെച്ച് ഇതുപോലെ ആ 13.5 നമ്മൾ 13.5 ആണ്. അതിൽ 1/2 ഇഞ്ചും കൂടി നമ്മൾ തയ്യൽ തുമ്പ് ചേർത്ത് വെച്ചതുകൊണ്ട് 14 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് 2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. 2 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്യാം. രണ്ടും ജോയിൻ ചെയ്തെടുക്കുക. ഇതങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ കട്ടിങ് വീഡിയോ കഴിഞ്ഞു. അപ്പോൾ കട്ട് ചെയ്യണത്, അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുക.
അപ്പോൾ ഇവിടെയും കട്ട് ചെയ്യുമ്പോൾ ഒരനക്കം വിട്ട് വേണം കഴുത്ത് കട്ട് ചെയ്യാനായിട്ട്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പോലെ തന്നെ ഈ പീസ് നേരെ സ്ട്രൈറ്റ് കട്ട് ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ പട്ടി പീസ്. ബാക്കി ഇതിന്ന് ആവശ്യമുള്ളത് ഇതിൽ നിന്നാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ഈ കഴുത്തിൻ്റെ ഭാഗം കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം. ഒരു 4 ഇഞ്ച് പുറത്തേക്ക് വിട്ട് കട്ട് ചെയ്യണം. കാരണം ഹെം ചെയ്യാനുള്ളതാണ്. ലൈനിൽ കട്ട് ചെയ്ത് ഒരു 4 ഇഞ്ച് പുറത്തേക്ക് വിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ അളവ് ആഫ്റ്റർ സ്റ്റിച്ചിങ്ങിൽ അളവ് കൃത്യമായിരിക്കും. ആം ഹോളിൻ്റെ സൈഡിലൊന്നും ഒന്നും ചെയ്യണ്ട. ആം ഹോളിൻ്റെ അവിടെ കറക്റ്റ് നിങ്ങൾ ലൈനിൽ കട്ട് ചെയ്താൽ കറക്റ്റാണ് കിട്ടണതാണ്. ആം ഹോളിൻ്റെ സൈഡിലൊന്നും ചെയ്യണ്ട. ആ ലൈനിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പട്ടി പീസ് നിങ്ങൾ കണ്ടല്ലോ, ഇത് ബെൽറ്റ് പീസ് കണ്ടല്ലോ, അത് ഈ സൈഡിൽ ഇരുന്നാണ്. ഇനി ഇതിനകത്തുനിന്ന് ഇതേപോലത്തെ 4 പീസുള്ളൂ, അത് ഇതിനകത്ത് നമ്മൾ എടുക്കും. അപ്പോൾ ഇത്രയും തുണി നിങ്ങൾ എടുക്കണം. അപ്പോൾ ഇത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ പീസും നമ്മൾ വെട്ടിക്കഴിഞ്ഞു. ബാക്ക് പീസ്, ഫ്രണ്ട് പീസ്, ബെൽറ്റ് പീസ്, സ്ലീവ് പീസ്. സ്ലീവ് എന്നൊക്കെ അറിയാം, റഫായിട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മളെപ്പോഴും അങ്ങനെ എടുക്കാറ്, റഫായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നീട് സൈസ് ചെയ്യലാണ് പണി. അതുപോലെ ഈ വന്ന വേസ്റ്റ് അല്ല, ആ ഭാഗത്ത് വന്ന ബാലൻസ് എത്ര ഉണ്ടോ അതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് എത്ര ഉണ്ടാവുമെന്ന് നോക്കാം. 11 ഇഞ്ചോളം ഉണ്ട്. കറക്റ്റായിരിക്കും ഈ സാധനം നമുക്ക് സെറ്റ് ചെയ്ത് വരുമ്പോൾ. ഇതുപോലത്തെ ഒരു 4 എണ്ണം കൂടി നമുക്ക് വേണം. അത് നമ്മൾ മറ്റേന്നാണ് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ എല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ട്, ഇത് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.